ഞാനിപ്പോൾ ഈ അടുത്ത് നമ്മുടെ ഒരു സ്നേഹിതന്റെ വീട് ഉദ്ഘാടനത്തിന് പോയി. വീട് ഉദ്ഘാടന ദിവസം പോകാൻ പറ്റിയില്ല, അന്ന് ഞാൻ ദുബായിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട് ഉദ്ഘാടനത്തിന് ഞാൻ കുടുംബസഹിതം പോയി. വീട് ഉദ്ഘാടനത്തിന് പോകാൻ പറ്റിയില്ല, പിന്നെ പോയി. ഞങ്ങൾ വളരെ അടുപ്പുള്ളൊരു ഉസ്താദാണ്. അങ്ങനെ ഞങ്ങൾ പോയി. അങ്ങനെ പോകുമ്പോൾ വീട് ഉദ്ഘാടനത്തിന് പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നുണ്ട്. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഉണ്ടോ? വേറൊരാളെ വീട് ഉദ്ഘാടനത്തിന് പോകുമ്പോൾ നിങ്ങളിങ്ങനെ കൈയും വീശിട്ടാ പോവാ, അല്ലെ എന്തെങ്കിലും കൊണ്ടുപോകാറുണ്ടോ? എന്താ പറഞ്ഞേ? കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഒന്നുണ്ട്. അതൊരു കുഴപ്പമില്ലാത്ത കാര്യമാണ്. കാരണം ഒരു സന്തോഷിപ്പിക്കലല്ലേ. അങ്ങനെ ആരും പിന്നെ വീട് ഉദ്ഘാടനത്തിന്റെ കത്തിലൊക്കെ ആരും അങ്ങനെ എന്ത് എഴുതൂല, നിങ്ങൾ വരികയാണെങ്കിൽ എന്തെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ മാത്രമേ വന്നാൽ മതി, അല്ലെങ്കിൽ വരണ്ടാന്നൊന്നും എഴുതൂലല്ലോ. അങ്ങനെ എഴുതുന്നത് ശരിയല്ല. അതേ സമയത്ത് അങ്ങനെ പോകുമ്പോൾ കൈവീശി പോകുന്നതിനേക്കാളും ഉള്ളവർ എന്തെങ്കിലും, അല്ലെങ്കിൽ വലുത് തന്നെ വേണമെന്നില്ല, ഓരോരുത്തർ അവർക്ക് കൊണ്ട് കഴിയുന്നത് കൊണ്ടുപോകും. അത് അവരെ സന്തോഷിപ്പിക്കലാണ്. കാരണം ആ ഒരു വീടൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്ക് ഏകദേശം ജീവിതത്തിൻ്റെ പകുതി കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണ് അതിൻ്റെയൊക്കെ പ്രയാസം. ചില ആളുകൾക്ക് അങ്ങനെയാണ്. ചില ആളുകൾ വീട് തുടങ്ങിയിട്ട്, ഇന്നാൾ ഒരാൾ വീട് ഉദ്ഘാടനത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, വീട് പണി തുടങ്ങിയിട്ട് എത്ര കാലമായി ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഉസ്താദേ 7-8 വർഷമായി എന്നറിഞ്ഞു. ഇത് 7-8 വർഷക്കാലായി. ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ ഇത്ര ലേറ്റ് ആക്കിയതെന്ന് ചോദിച്ചു. ചില ആളുകളൊക്കെ വേഗം പണി തീർക്കുമല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ലോൺ എടുത്തില്ല. അത് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ 1 ലോൺ എടുത്തില്ല, 2 ആരോടും കടം വാങ്ങിയിട്ടുമില്ല. അപ്പോൾ കടം വാങ്ങുന്നതിന് കുഴപ്പമില്ല, തിരിച്ചു കൊടുക്കാൻ വകുപ്പൊക്കെ ഉണ്ടെങ്കിൽ കടം വാങ്ങുന്നതിന് ഹലാലാണല്ലോ. അതേസമയത്ത് ലോൺ എടുക്കാതിരുന്നത് വലിയ സന്തോഷമായി. ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷമാണ്. ലോൺ എടുക്കാതെ വീണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ അതിനേക്കാളും വലിയ സന്തോഷം വേറെ എന്താണ്? അതിനേക്കാളും വലിയ സന്തോഷം വേറൊന്നുമില്ല. പുറത്ത് നിൽക്കുന്ന ആളുകളുണ്ടാവും, ഇൻഷാ അല്ലാ. അവര് ചിലപ്പോൾ അവരിങ്ങനെ പുറത്ത് നിൽക്കുന്നത്, പിന്നെ അവിടെ അങ്ങനെ ബോക്സൊക്കെ അവിടെ ഉണ്ടാവൂലേ. അതുകൊണ്ട് ഞങ്ങൾ ബോക്സ് പുറത്ത് വെക്കാൻ പാടില്ല, എപ്പോഴും അകത്തന്നെ വെക്കണം. എന്നാൽ പിന്നെ എല്ലാവരും അകത്ത് വന്നിരിക്കും. ഞാൻ എപ്പോഴും സംഘാടകരോട് പറയാൻ അങ്ങനെയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാ പിന്നെ സദസ്സിൽ വെച്ച് വാല് കേട്ടാൽ 2 നേട്ടമുണ്ട്. 1 സദസ്സിൽ ഇരുന്ന ഗുണം, 2 വാല് കേട്ട ഗുണം. ദൂരെ നിന്ന് വാല് കേൾക്കുമ്പോൾ വാല് കേട്ടതുണ്ടാകും, പക്ഷെ സദസ്സിൽ ഇരുന്നതിൻ്റെ ആ സദസ്സ് എന്ന് നിശ്ചയിച്ചതുണ്ടല്ലോ, അത് കസേര വെച്ച സ്ഥലമാണ്. ആ നിശ്ചയിച്ചതിൻ്റെ അവിടെ വന്നിരിക്കണ എന്ന ആ മജ്ലിസുൽ ഇൽമി അത് ചിലപ്പോൾ കിട്ടാൻ പ്രയാസമാണ്. ഇൻഷാ അല്ലാ സൗകര്യമുള്ളവർ സദസ്സിൽ വന്നിരുന്നോളണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല അവർക്കും നമുക്കൊക്കെ അല്ലാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട, ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ സാധാരണഗതിയിൽ വീട് ഉദ്ഘാടനത്തിന് ചെല്ലുമ്പോൾ അങ്ങനെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ ഒരു നല്ലൊരു ക്ലോക്ക് കൊണ്ടുപോയി. ചെറിയ ക്ലോക്കൊന്നുമല്ല, അത്യാവശ്യം വലിപ്പമുള്ളൊരു ക്ലോക്ക് കൊണ്ടുപോയി. അപ്പം ആ ക്ലോക്ക് വാങ്ങുമ്പോൾ ഈ പൊതുവേ ബിസിനസ്സുകാരൊരു ട്രിക്സ് ഉണ്ട്. കച്ചവടക്കാരങ്ങനെയാണല്ലോ, ഓരോ ട്രിക്സ് ഉണ്ടാവും. അത് ഓരോരുത്തർക്കും ഓരോ ട്രിക്സ് ഉണ്ടാവും. എന്നെ പോലത്തെ മൊയ്ലിയാമാർക്ക് വേറെ ട്രിക്സ് ഉണ്ടാവും, കച്ചവടക്കാർക്ക് അവരുടെ ട്രിക്സ് ഉണ്ടാവും, ജോലിക്ക് പോകുന്നവർക്ക് അവരുടെ ട്രിക്സ് ഉണ്ടാവും, കടലിൽ പോകുന്നവർക്ക് അവരുടെ ട്രിക്സ് ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർക്കും ഓരോ പിന്നെ നാക്കുകൾ ഉണ്ടാവും. അപ്പം ഇയാൾ പറഞ്ഞു, വലിയൊരു മുതലാളിയുടെ പേര് പറഞ്ഞു. നിങ്ങളെ മലയാളി തന്നെയാണ്, ഞാൻ പേര് പറയുന്നില്ല എന്നുള്ളൂ. വലിയൊരു മുതലാളിയുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, അയാളെ വീട്ടിലടക്കം ഈ ക്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഏതായാലും ഇതന്നെ വാങ്ങാമെന്ന് തോന്നി. വലിയ വില ഉള്ളതൊന്നും അല്ല, എന്നാൽ അത്യാവശ്യ വില ഉണ്ട് താനും. വലിയ വില ഒന്നുമില്ല, എന്നാൽ അത്യാവശ്യ വില ഉണ്ട് താനും. അപ്പൊ ഞാൻ ഏതായാലും അത് തന്നെ വാങ്ങാൻ തീരുമാനിച്ചു. അത് കൊണ്ടുപോയി അതങ്ങനെ അവിടെ കൊടുത്തു. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, വീട് സന്തോഷമാണ്, എല്ലാം സന്തോഷമാണ്. പക്ഷേ ഖുർആൻ പറഞ്ഞില്ലേ, ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? ഇൽമാണ്. ഇൽമിനേക്കാൾ വലിയ പവർ വേറെയില്ല. അതുകൊണ്ടല്ലേ എത്ര വലിയ മുതലാളിയാണെങ്കിലും ചിലപ്പോൾ പലതും സംസാരിച്ചേക്കും. പക്ഷേ പള്ളിയിൽ വന്നാൽ ഇമാമത്ത് ഞാൻ നിൽക്കാമെന്ന് വാശി പിടിക്കൂല. എന്തേ കാരണം? അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ചു കൂടിയ സ്ഥലത്ത് ഞാൻ ദുആ ചെയ്യാമെന്ന് വാശി പിടിക്കൂല. എന്തേ കാരണം? ഇമാമത്ത് നിൽക്കണമെങ്കിൽ പണമുണ്ടായാ പോരാ. പണമുണ്ടായതുകൊണ്ട് ഇമാമത്ത് നിൽക്കാൻ പറ്റൂല. ഇമാമത്ത് നിൽക്കണമെങ്കിൽ ഇൽമു വേണം കേട്ടോ.
അതുകൊണ്ടാണല്ലോ എത്ര വലിയ മുതലാളിയാണെങ്കിലും പണ്ഡിതനായ ഇമാമിന്റെ പിന്നിൽ നിന്നിട്ടല്ലേ മാമൂമായി നിസ്കരിക്കുന്നത്. കാരണം ഇൽമിന് വലിയ ബഹുമാനമുണ്ട്. അതുകൊണ്ട് തന്നെ അത് വലിയ സന്തോഷമാണ്. തീരെ വിവരമില്ലാത്ത ഒരാളെ കുറിച്ച് നമ്മളിങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ പറയാണ്, അയാൾ അത്യാവശ്യം വിവരമൊക്കെ ഉള്ള ആളെന്ന് പറയുമ്പോൾ അയാൾക്ക് വിഷമാവോ സന്തോഷമാവോ? നിങ്ങൾ പറയും. തീരെ വിവരമില്ല അയാൾക്ക്, സത്യത്തിൽ അയാൾക്ക് വിവരമൊന്നുമില്ല. എന്നാലും അയാളെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ വേറെ ആളോട് പറയാണ് അത്യാവശ്യമൊക്കെ ഇൽമുള്ള ആള് എന്ന് പറഞ്ഞാല് എന്തൊരു സന്തോഷം അല്ലേ? അതേ സമയത്ത് തീരെ വിവരമില്ലാത്ത ഒരാളാണ്, അയാളെ കാണിച്ചിട്ട് വേറൊരാളോട് ഇയാൾ പടു ജാഹിലട്ടോ എന്ന് പറഞ്ഞാലോ? ആള് ജാഹിൽ തന്നെയാണ്. ജാഹിൽ എന്ന് പറഞ്ഞാൽ എന്താ? വിവരമില്ലാത്ത ആളെന്നേ ഉള്ളൂ, ചീത്ത പറഞ്ഞൊന്നുമല്ല. ജാഹിൽ എന്ന് പറഞ്ഞാൽ ആലിമല്ലാത്ത ആളെന്നാണ്, അത്രേ ഉള്ളൂ അതിനർത്ഥം. പക്ഷേ ജാഹിലു എന്ന് പറഞ്ഞപ്പോ എന്താ പറയാ? ഓ എന്നെ ജാഹിലു എന്ന് പറഞ്ഞു, ഇയാള് ഭയങ്കര ഗുലുമാലാണ്, തീരെ സഹിക്കൂല. പിന്നെ എന്തെന്നാ പറയാ? ഇൽമില്ലാത്ത ആളെ കുറിച്ച് ആലിമെന്നാ, പിന്നെ ആലിമെന്നാ പറയാ? അല്ല. പക്ഷെ എന്നാലും വിവരമില്ലെങ്കിലും അയാളെ കുറിച്ച് നല്ല വിവരമുള്ള ആള് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാവും ഇവർക്ക്. അതേ സമയത്ത് വിവരം ഇല്ലെങ്കിലും അയാളെ കുറിച്ച് വിവരമില്ലാത്ത ആളെന്ന് പറഞ്ഞാലോ ഭയങ്കര വിഷമാണ്. എന്തേ കാരണം? വിവരത്തിന് വലിയ ബഹുമാനമാണ് ഉമ്മമാരെ. അതുകൊണ്ട് തന്നെ മക്കൾക്ക് നല്ല ഇൽമു കൊടുക്കണം. കുട്ടികളെ വലിയ സമ്പന്നരാക്കാനല്ല ശ്രമിക്കേണ്ടത്, അത് വേണ്ടാന്നല്ല, വേണം. പക്ഷേ കേവലം സമ്പത്തുണ്ടായാ പോരാ. അതുകൊണ്ടല്ലേ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല എല്ലവും കൊടുത്തില്ലേ? ദാവൂദ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല എല്ലവും കൊടുത്തില്ലേ? ദാവൂദ് നബി അലൈഹിസ്സലാം ബാപ്പയാണ്, സുലൈമാൻ നബി അലൈഹിസ്സലാം മകനാണ്. രണ്ടാളും അമ്പിയാക്കളാണ്, രണ്ടു പേർക്കും ഇൽമുള്ളവരാണ്, രണ്ടുപേരും ഭരണാധികാരികളാണ്. ആ ദാവൂദ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഇരുമ്പിനെ പോലും സോഫ്റ്റാക്കി കൊടുത്തില്ലേ? അതേ കുപ്പായമുണ്ടാക്കുന്ന വിവരം ദാവൂദ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല പഠിപ്പിച്ചില്ലേ? എല്ലാം അല്ലാഹു തആല കൊടുത്തിട്ടുണ്ടെങ്കിലും അല്ലാഹു തആല വലിയ പവറായി പറയുന്നത് എന്താണ്? വലഖദ് ആതൈനാ ദാവൂദ വസുലൈമാന ഇൽമാ. ദാവൂദ് നബി അലൈഹിസ്സലാമിനും സുലൈമാൻ നബി അലൈഹിസ്സലാമിനും നമ്മൾ ഇൽമു കൊടുത്തു കേട്ടോ. പണം കൊടുത്തു എന്ന് പറയേണ്ടതില്ല. അതുകൊണ്ടാണല്ലോ അധികാരം കൊടുത്തു എന്ന് പറയേണ്ടതില്ല. വലിയ സംഗതിയായി പറയേണ്ടത് ഇൽമു കൊടുത്തു എന്നതാണ്. കാരണം ഇൽമിന് വലിയ പവറാണ്, ഇൽമിന് വലിയ ബഹുമാനമാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഒരു സംഭവം പറയുന്നുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അധികാരം കിട്ടിയപ്പോ എല്ലാ ജീവികളെയും അല്ലാഹു തആല സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കീഴ്പ്പെടുത്തിയിട്ടുണ്ടെന്ന് ഖുർആൻ പറഞ്ഞതാണല്ലോ. ആ അധികാരം സുലൈമാൻ നബി അലൈഹിസ്സലാം അധികാരം ഏറ്റെടുത്തപ്പോൾ എല്ലാ ജീവികളും സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ അരികിലേക്ക് ആശംസകൾ അറിയിക്കാൻ വന്നു. പക്ഷേ ഇല്ലാ നംലത്തുൻ വാഹിദ, ഒരു ഉറുമ്പിനെ മാത്രം കാണുന്നില്ല. തൻ്റെ അധികാര പരിധിയിൽപ്പെട്ട എല്ലാ ജീവികളും സുലൈമാൻ നബി അലൈഹിസ്സലാം അധികാരമേറ്റെടുക്കുന്ന ചടങ്ങിൽ വരുന്നു. ഭരണാധികാരിയായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ആശംസകൾ നേരുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാം ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോ തൻ്റെ ഭരണത്തിൻ കീഴിലുള്ള ഒരു ഉറുമ്പിനെ ആ ചടങ്ങിൽ കാണുന്നില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാം ആ ഉറുമ്പ് എവിടെയെന്ന് ചോദിച്ചു. നോക്കുമ്പോണ്ട് ഉറുമ്പ് വരുന്നു. വൈകിട്ടാണ് ഉറുമ്പ് വരുന്നത്. എല്ലാവരും വന്നതിന് ശേഷമാണ് ഈ ഉറുമ്പ് സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ ആ സന്തോഷ നിമിഷം. ആ ഉറുമ്പ് ഒറ്റക്കിങ്ങനെ വരുന്നു. വന്നിട്ട് ആശംസകൾ അറിയിക്കുന്നതിന് പകരം ഈ ഉറുമ്പ് അനുശോചന രേഖപ്പെടുത്തുകയാണ്.
സങ്കടം രേഖപ്പെടുത്തുകയാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാം, എന്തിനാണ് നിങ്ങൾക്ക് അധികാരം? ഉറുമ്പ് സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ അധികാരത്തിന്റെ പേരിൽ കുറ്റപ്പെടുത്തുകയാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാം ചോദിച്ചു ഉറുമ്പിനോട്, എല്ലാരും എനിക്ക് ആശംസ നേരാൻ വേണ്ടി വന്ന് നീ വന്നിട്ട് ഇപ്പൊ എന്നെ കുറ്റപ്പെടുത്തുകയാണോ എന്ന് ചോദിച്ചു. അപ്പോ ഈ ഉറുമ്പ് സുലൈമാൻ നബി അലൈഹി സ്വലാമിനോട് ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെ ആശംസ നേരും? കാരണം ഞാൻ അള്ളാഹ് എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. എന്താ അറിയിച്ചെന്നത്? അല്ലാഹു തആല ഒരടിമയെ ഇഷ്ടപ്പെട്ടാൽ ദുനിയാവ് അയാൾക്ക് കൊടുക്കൂല എന്നാണ് അല്ലാഹു തആല. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഉറുമ്പ് പറയാണ്, ദുനിയാവ് അയാൾക്ക് അള്ളാഹു കൊടുക്കൂല, അയാളെ അല്ലാഹു തആല കൂടുതലും ആഖിറവുമായി ബന്ധിപ്പിക്കും. എന്നാൽ സുലൈമാൻ നബിയെ അലൈഹിസ്സലാം, നിങ്ങൾക്കിപ്പോൾ ഈ അധികാരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ അധികാരത്തിന്റെ അന്ത്യം എങ്ങനെയാണെന്നറിയില്ലല്ലോ. ആ അധികാരത്തിന്റെ അന്ത്യം എങ്ങനെയാണെന്നറിയാതെ ഞാൻ എങ്ങനെ ആശംസ നേരുന്നു? ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവയിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വന്നത്, അധികാരത്തെക്കാളും സാമ്പത്തിക ശേഷിയെക്കാളുമെല്ലാം വലിയ പവറുള്ളത് ഇൽമാണ് കേട്ടോ. ആ ഇൽമ് ദാവൂദ് നബി അലൈഹിസ്സലാമിന് ഞാൻ കൊടുത്തു എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ ഇൽമു സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കൊടുത്തു എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടല്ലേ സുലൈമാൻ നബി അലൈഹിസ്സലാമിനും ദാവൂദ് നബി അലൈഹിസ്സലാമിനും ഇൽമു അല്ലാഹു തആല കൊടുത്തപ്പോൾ ആ സുലൈമാൻ നബി അലൈഹിസ്സലാമും ദാവൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞൊരു വാചകം, വഖാലൽ ഹംദുലില്ലാഹില്ലദീ ഫളലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. ധാരാളം മുഅ്മിനുകൾക്ക് അല്ലാഹു തആല നൽകാത്ത വലിയ മഹത്വമല്ലേ നമുക്ക് അല്ലാഹു നൽകിയത്? ആ റബ്ബിന് അൽഹംദുലില്ലാഹ്, ആ റബ്ബിനാണ് സർവസ്തുതിയും. കാരണം ഇൽമുണ്ടെങ്കിലും ആ ഇൽമ തന്നവൻ ആരാണ്? അല്ലാഹുവാണ്. ആ തന്നത് ഇൽമ റബ്ബാണ്, അതെന്റെ പവറല്ല. അതുകൊണ്ട് തന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാമും ദാവൂദ് നബി അലൈഹിസ്സലാമും രണ്ടു പേരും അല്ലാഹുവിനെ സ്തുതിക്കുന്നു. എല്ലാം തരുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു തരാത്തത് ഒന്നും മനുഷ്യന്റെ കയ്യിൽ ഇല്ല. ഉണ്ടോ? നിങ്ങളിപ്പോ എത്ര ഉഷാറായിട്ടാണ് ഈ കസേരയിൽ ഇരിക്കുന്നത്. ഇരിക്കാൻ കഴിവ് തന്നവൻ ആരാണ്? അല്ലാഹുവാണ്. ഞാൻ എത്ര ഉഷാറായിട്ടാണ് നിന്നിട്ട് വാല് പറയുന്നത്. ഞാൻ ഇന്നലെയും കർണാടകയിൽ വാല് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഉഷാറായിട്ട് നിന്നിട്ട് തന്നെയാണ് വാല് പറഞ്ഞത്. ആ വാല് കഴിഞ്ഞിട്ടാണ് ഇന്നലെ രാത്രി, പിന്നെ ഇന്നലെ കുറെ നേരം വൈകിട്ട് സുബഹിക്ക് തൊട്ട് മുമ്പ് ഒരു 4 മണിക്ക് ഞാൻ ട്രെയിൻ കയറിയത്. നേരത്തെ ഇവിടെ ഉസ്താദ് പറഞ്ഞില്ലേ. എന്നാൽ ഇന്നലെയും വാല് പറയുമ്പോൾ നല്ല ആരോഗ്യത്തോടെ നിന്നിട്ട് വാല് പറഞ്ഞു. പക്ഷെ ഈ ആരോഗ്യം എനിക്ക് തന്നവൻ ആരാണ്? അല്ലാഹുവാണ്. റബ്ബ് തരാത്തതൊന്നും എന്നിലില്ല, നിങ്ങളിൽ ഇല്ല. അൽഹംദുലില്ലാഹ് എപ്പോഴും നമ്മുടെ നാക്കിലൂടെ വരേണ്ട ഒരു വാചകം അതാണ്. പക്ഷെ പലപ്പോഴും ഫാത്തിഹ ഓതുമ്പോൾ മാത്രമേ അതുണ്ടാവുള്ളൂ. ഫാത്തിഹ ഓതുമ്പോൾ മാത്രമേ ഈ അൽഹംദുലില്ലാഹ് കേൾക്കുള്ളൂ. ബാക്കി സമയത്തൊന്നും അൽഹംദുലില്ലാഹ് കേൾക്കൂല. ഫാത്തിഹയിൽ പിന്നെ അൽഹംദുലില്ലാഹ് പറഞ്ഞില്ലെങ്കിൽ ഫാത്തിഹ ശരിയാവൂല. അല്ലെങ്കിൽ ഫാത്തിഹ ശരിയായില്ലെങ്കിലോ? ഫാത്തിഹ ശരിയായില്ലെങ്കിൽ നമ്മുടെ മതം അനുസരിച്ച് നിസ്കാരം ശരിയാവൂല. നമുക്ക് എന്തെങ്കിലും ഓതിയാൻ പറ്റൂല. ഫാത്തിഹ തന്നെ ഓതണം നിസ്കാരത്തിൽ. അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഫാത്തിഹ ഓതുമ്പോൾ അൽഹംദുലില്ലാഹ് പറയും. അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചോദിച്ചപ്പോൾ എങ്ങനെയുണ്ട് ചോദിച്ചാലോ എന്താ പലരും പല മറുപടി ആയിരിക്കും അല്ലേ? എങ്ങനെയുണ്ട് ചോദിച്ചാൽ അൽഹംദുലില്ലാഹ് എന്നാ പറയേണ്ടത്. എനിക്കും അറിയും, നിങ്ങൾക്ക് അറിയും. പക്ഷെ പലപ്പോഴും നമ്മളത് പറയാൻ മറന്നു പോവാണ്. നമ്മളത് പറയില്ല. നമ്മളെന്താ പറയാ? എന്താ പറയാ, എന്താ പറയാ, ഒന്നും പറയണ്ടപ്പോ, അങ്ങനെ തൽക്കാലം അങ്ങനെ പറഞ്ഞു മാറും. മുന്നിൽ വന്ന് ചോദിച്ച ആൾക്ക് നമ്മുടെ സങ്കടം അറിയിച്ചു കൊടുക്കണോന്നാ ഓരോരുത്തരുടെ ധാരണ. ഇപ്പൊ സുഖത്തിലുണ്ടോ? അൽഹംദുലില്ലാഹ് അങ്ങനെ പറയാൻ കഴിയണം. ശാരീരിക വേദന ഉണ്ട്, പ്രയാസമുണ്ട്, മുട്ടുവേദന ഉണ്ട്, കൈക്കാല് വേദന ഉണ്ട്. അതില്ലാത്ത ആളാരാ? കുറച്ചൊക്കെ പ്രായമായാൽ ഏതായാലും ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്, വയസ്സായിട്ട് കുറേ പ്രായമായപ്പോൾ ഇപ്പോഴും പറഞ്ഞെടുക്കുക മുട്ടുവേദന നടുവേദന. അത് പറഞ്ഞാൽ കൂലി നഷ്ടപ്പെടും. അത് അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമില്ല ഇങ്ങനെ പറഞ്ഞെടുക്കണത്. അതുവരെ അവിടെ മലക്കുകൾ റെക്കോർഡ് ചെയ്ത് വെക്കും. റഖീബ് അതീദ് എന്ന മലക്കില്ലേ,
ആ മലക്ക് ഇങ്ങനെ വേദന വേദന എന്നിങ്ങനെ പറഞ്ഞെടുക്കൂലേ, അതുപോലും അവിടെ എഴുതി വെക്കൂന്നാണ് മഹാന്മാർ പറഞ്ഞത്. അതുകൊണ്ട് എത്ര വലിയ വലിയ രോഗികളുണ്ട്, എത്ര വലിയ രോഗികളുണ്ട്. പക്ഷെ അതൊന്നും അല്ലാഹു തആല എനിക്ക് തന്നില്ല. അൽഹംദുലില്ലാഹ്. ചെറിയ മുട്ടുവേദന ഉണ്ടാവും, അത് അള്ളാഹുവിന്റെ ദോഷം പുറത്തു തരാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല തന്നതായിരിക്കും. അൽഹംദുലില്ലാഹ്. വലിയ മുതലാളിയൊന്നും അല്ലെങ്കിലും എന്നാലും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല. അൽഹംദുലില്ലാഹ്. അല്ലേ, പണത്തിന്റെ പവർ കാണിക്കാനൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്നാലും പണത്തിന്റെ പവർ എന്താ? പണത്തിന്റെ പവർ എന്താണ്? പട്ടിണി കിടക്കാതിരിക്കാന്നല്ലേ. കുറേ നോട്ടിന്റെ കെട്ടിങ്ങനെ ഉണ്ടാക്കി വെക്കൽ ഒരാവശ്യവും ഇല്ല. അതുകൊണ്ട് ഒരാവശ്യം നിർവഹിക്കാനും കഴിയില്ല. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അതേസമയത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായ നിലക്ക് നടക്കുന്നുണ്ട്. ആരോടും കൈനീട്ടി യാചിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതല്ലേ ഏറ്റവും വലിയ സന്തോഷം. അതിനേക്കാൾ വലിയ സന്തോഷം വേറെന്താ? അല്ല, കുറേ ഉണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ആ കുറേ ഉണ്ടായിട്ട് അതൊന്നും നമുക്ക് ഉപയോഗത്തിന് വരുന്നില്ലെങ്കിൽ അതുകൊണ്ട് എന്താ കാര്യം? ഏറ്റവും വലിയ സന്തോഷം എന്താണ്? ഏറ്റവും വലിയ സന്തോഷം ആരോടും കൈനീട്ടി യാചിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല, പട്ടിണി കിടക്കേണ്ട വന്നിട്ടില്ല. എന്റെ സ്വന്തം കാര്യങ്ങളൊക്കെ അല്ലാഹു തആല വളരെ ഭംഗിയായ നിലക്ക് നിർവഹിക്കുന്നു. അതിനേക്കാൾ വലിയ സന്തോഷം, അതിനേക്കാൾ വലിയ സമാധാനം വേറെന്താണ്? വേറൊന്നുമില്ല. എല്ലാം തരുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ടല്ലേ അന സയ്യിദുൽ ആദം വലാ ഫഖ്റാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, അന സയ്യിദുൽ ആദം, മനുഷ്യ സമൂഹത്തിന്റെ നേതാവാണ് ഞാൻ. എന്നെക്കാൾ വലിയ നേതാവ് വേറെയില്ല. പക്ഷേ വലാ ഫഖ്റാ, അത് ഞാൻ പവർ എന്ന നിലക്ക് പറയുകയല്ല. രണ്ട് വ്യാഖ്യാനം പണ്ഡിതന്മാരതിന് നൽകിയിട്ടുണ്ട്. കൂട്ടത്തിൽ നൽകിയ പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനം, ഞാൻ ഇങ്ങനെ പറയുന്നത് ശുക്രൻ, പടച്ച റബ്ബ് എനിക്ക് തന്നതിന് റബ്ബിനോടൊരു നന്ദി കാണിച്ചിട്ട് പറയുകയാണ്. വലാ ഫഖ്റാ, ഞാൻ എൻ്റെ പവർ പറയുകയല്ല. കാരണം മനുഷ്യ സമൂഹത്തിന്റെ നേതാവാക്കി എന്നെ തെരഞ്ഞെടുത്തത് ഞാനല്ലല്ലോ, അത് യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് എല്ലാം തരുന്നവൻ റബ്ബാണ്, എല്ലാം തരുന്നവൻ റബ്ബാണ്. ആ റബ്ബിൽ നിന്നല്ലാതെ ഒന്നും കിട്ടുന്നില്ല, ആ റബ്ബിൽ നിന്നല്ലാതെ ഒന്നും ലഭിക്കുന്നില്ല. അതുകൊണ്ടല്ലേ എപ്പോഴും അതേ നാക്കിലൂടെ വരേണ്ടത് അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ് കേട്ടോ. ദാവൂദ് നബി അലൈഹിസ്സലാമാകുന്ന ബാപ്പക്കോ മകനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിനും അല്ലാഹു തആല ഇൽമു കൊടുത്തപ്പോൾ രണ്ടു പേരും പറഞ്ഞത് അൽഹംദുലില്ലാഹ്. ഇൽമു തന്ന അല്ലാഹുവിന് സർവസ്തുതിയുണ്ട് കേട്ടോ. എന്നിട്ടോ വവരിസ സുലൈമാനു ദാവൂദ, ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ബാപ്പയിൽ നിന്ന് അനന്തരമായി കിട്ടിയിട്ടുണ്ട്. ബാപ്പക്ക് എന്തെല്ലാം കിട്ടിയിരുന്നോ അതെല്ലാം മകനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിനും കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് കിട്ടിയ ഓരോ കാര്യങ്ങൾ സുലൈമാൻ നബി അലൈഹിസ്സലാം പറയുകയാണ്. വഖാല യാ അയ്യുഹന്നാസ്, ജനങ്ങളെ വിളിച്ചിട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം പറയുന്നു, ഉല്ലിംനാ മന്തിഖത്വൈർ, പക്ഷിയുടെ സംസാരം അല്ലാഹു തആല എനിക്കറിയിച്ചു തന്നിട്ടുണ്ട്. പക്ഷിയുടെ സംസാരം എനിക്കറിയില്ല, നിങ്ങൾക്കറിയില്ല. പക്ഷേ ജനങ്ങളെ വിളിച്ചിട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം പറയുകയാണ്, ഉല്ലിംനാ മന്തിഖത്തൈർ, പക്ഷിയുടെ സംസാരം അല്ലാഹു തആല എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. എന്താണ് പക്ഷിയുടെ സംസാരം? ഓരോ ജീവിക്ക് സംസാരമുണ്ട്. അതുകൊണ്ടാണല്ലോ അതേ ഖുർആനിൽ തൊട്ടടുത്ത ആയത്തിലൂടെ ഉറുമ്പ് സംസാരിച്ച സംസാരം സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തത് ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്. ഹത്താ ഇദാ അതൗ അലാ വാദിൻ നംലി ഖാലത് നംലതു യാ അയ്യുഹൻ നംലു ദുഖുലൂ മസാകിനകും. സുലൈമാൻ നബി അലൈഹിസ്സലാമും സൈന്യവും നടന്നു പോകുമ്പോ അതാ ഒരു ഉറുമ്പിൻ സൈന്യം ഇങ്ങനെ പോവുകയാണ്, കൂട്ടമായി പോവുകയാണ്.
കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഉറുമ്പ് കൂടെയുള്ളവരോട് പറഞ്ഞു, ഉദ്ഖുലൂ മസാകിനകും, നിങ്ങളെല്ലാവരും വേഗം നിങ്ങൾ പോയി കുടികൊള്ളേണ്ട സ്ഥലത്ത് പോയി കുടികൊള്ളണം. കാരണം ഇപ്പോൾ ആരായി വരുന്നത്? സുലൈമാൻ നബി അലൈഹിസ്സലാമും സൈന്യവുമാണ് വരുന്നത്. ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ. ചിലപ്പോൾ അറിയാതെ സുലൈമാൻ നബി അലൈഹിസ്സലാമും സൈന്യവും നിങ്ങളെ ചിലപ്പോൾ ചവിട്ടിപ്പോയേക്കും. അതുകൊണ്ട് അവരെ ചവിട്ടിക്കളയാതിരിക്കാൻ വേഗം നിങ്ങൾ പോയി അതാ ചേരേണ്ട സ്ഥലത്ത് നിങ്ങളൊന്ന് പോയി ചേരണോ. ആ ഉറുമ്പിന്റെ സംസാരം സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അറിയുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം സാധാരണ മനുഷ്യൻ അല്ല. സാധാരണ മനുഷ്യന് ഉറുമ്പിന്റെ സംസാരം അറിയില്ല. കാര്യമായിട്ട് ഉമ്മമാരൊക്കെ പറയാറുണ്ട്, വീട്ടിൽ വല്ലാത്ത ശല്യാണ്. ആരെ ശല്യം? ഭർത്താവിന്റെ ശല്യമല്ല, ഭാര്യയുടെ ശല്യമല്ല. ഭർത്താവിന് എങ്ങനെയാണ് ഭാര്യയുടെ ശല്യം ഉണ്ടാവുക? ഭാര്യയ്ക്ക് എങ്ങനെയാണ് ഭർത്താവിന്റെ ശല്യം ഉണ്ടാവുക? ഭർത്താവിന് സങ്കടം ഉണ്ടെങ്കിൽ സമാധാനിപ്പിക്കേണ്ടവളാ ഭാര്യ. ഭാര്യയ്ക്ക് പ്രയാസം ഉണ്ടെങ്കിലോ സമാധാനിപ്പിക്കേണ്ടവരാണ് ഭർത്താവ്. ഇന്നിപ്പോൾ അതിനൊന്നും നേരില്ല. എന്താ കാരണം എന്നറിയോ? കാരണം ഭർത്താവ് സങ്കടത്തിലാണോ അല്ലേ എന്ന് ഭാര്യക്കും അറിയണില്ല, ഭാര്യ സങ്കടത്തിലാണോ അല്ലേ എന്ന് ഭർത്താവും അറിയണില്ല. എന്താ കാരണം? മുഖത്തു നോക്കിയാലല്ലേ അതൊക്കെ മനസ്സിലാവുള്ളൂ അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഭാര്യൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കാലത്തിലായിണ്ടാവും. ഞാൻ സത്യം ചോദിക്കാം, വിഷമം തോന്നാൻ പാടില്ല കേട്ടോ. വിഷമിച്ചോ നിങ്ങൾ? വിഷമം തോന്നിയാ? നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തെ? വിഷമം തോന്നിയോന്ന്? തോന്നിയാലും സാരല്ല, അടുത്ത വർഷങ്ങൾ എന്നെ വിളിച്ചില്ലെങ്കിലും സാരല്ല. പക്ഷെ ഇന്ന് സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ ഈ പറയുന്ന സത്യമല്ലേ? ഞാൻ ഉമ്മമാരോടും കൂടി ചോദിക്കുകയാണ്. ഇവിടെ അല്ലേ ഇരിക്കണേ? ഈ മറൻ്റെ അപ്പുറത്ത് അവരെന്നല്ലേ? ഉമ്മമാരോടും കൂടി ഞാൻ ചോദിക്കുകയാണ്. എന്താ കാരണം? സത്യം, ഒരു മനുഷ്യൻ്റെ വിഷമവും സങ്കടം അറിയാൻ മുഖത്ത് നോക്കുമ്പോഴാണ് അല്ലേ? മുഖത്ത് വല്ലാത്തൊരു എന്തോ വയ്യാണ്ടായിക്കണമെന്ന്, എന്തോ ഒരു കൽബിൽ എന്തോന്ന് കൊണ്ടുകൊണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അങ്ങനെ തന്നെയാണ്. ഇന്നിപ്പോൾ അത് നോക്കാൻ നേരമല്ല. കാരണം എന്താ? ഒക്കെ മൊബൈലിലാണ്. എനി ടൈം മൊബൈലാണ്. ഭർത്താവും മൊബൈലിലാണ്, ഭാര്യയും മൊബൈലിലാണ്. മൊബൈലിലേക്കേ നോക്കാനിപ്പോൾ സമയമുള്ളൂ. ഭാര്യൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഭർത്താവിന് നേരമില്ല, ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഭാര്യക്കും നേരമില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാലല്ലേ ഒരു സമാധാനം, എന്തൊക്കെയാണ് ഉള്ളത്, സങ്കടമുണ്ടോ വിഷമമുണ്ടോ എന്നൊക്കെ മനസ്സിലാവപ്പെടല്ലേ. അപ്പം അതിനൊരു നല്ല പരിഹാരം കാണിക്കാനും പറ്റും. അങ്ങനെയാണ് ഭാര്യമാരെ സന്തോഷിപ്പിക്കാൻ എന്തൊക്കെ വഴിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു നമുക്കതൊക്കെ പകർത്താൻ തൗഫീഖ് ചെയ്യട്ടെ. സുന്നത്ത് നിസ്കാരം മാത്രമല്ല പഠിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെയുണ്ടോ? ഭാര്യനെ സമാധാനിപ്പിക്കാൻ എന്തൊക്കെ വഴികളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഇടയ്ക്കിടയ്ക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിളിക്കുന്ന ശൈലി എങ്ങനെയാ? യാ ആയിഷ്, അങ്ങനെ വിളിക്കുക. ആയിഷ ബീവിയുടെ പേര് ആയിഷ എന്നാണ്. പക്ഷെ അവസാനത്തെ ഒരക്ഷരം അങ്ങ് കളഞ്ഞിട്ട് യാ ആയിഷ് എന്നല്ലേ, ഒരക്ഷരം കുറച്ചിട്ട് അങ്ങ് വിളിക്കുമ്പോൾ എന്തോ ഒരു സ്നേഹം തോന്നൂലേ? അതങ്ങനെയാണ്. ഇടയ്ക്കിടയ്ക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കല് യാ ഹുമൈറ, വെളുത്ത പെണ്ണേ എന്നാണ്. വെളുത്ത പെണ്ണ് എന്നാ വിളിക്കുക. അത് വിളിക്കുമ്പോൾ എന്തൊരു സന്തോഷം ഉണ്ടാവും അല്ലേ? ഭാര്യയെ സമാധാനിപ്പിക്കാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടെത്തിയ വഴിയാണ്. നല്ലവണ്ണം പരിഗണിക്കണം. ഞാനിത് വെറുതെ പറയല്ല. ഇന്ന് പല വീട്ടിലും സമാധാനമില്ല. വെറുതെ ഇങ്ങനെ ജീവിതം തള്ളിക്കളിയാണ്. വെറുതെ ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ തള്ളിവിടുന്നു എന്നല്ലാതെ സമാധാനത്തോടുകൂടെ ദിവസങ്ങളെ തള്ളിവിടുന്നത് വീടുകളിൽ കാണുന്നില്ല. അങ്ങനെ ആകാൻ പാടില്ല. നമ്മുടെ വീട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീടാകണം. അള്ളാഹു ഭാഗ്യം തരട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതങ്ങനെ ആകാൻ ചെറിയ പിന്നെ ശ്രമമൊന്നും പോരാ, നല്ല അധ്വാനം വേണം. ആരെ വീടായി പറയുന്നത്? ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീടാകണം നമ്മുടെ വീട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട് എങ്ങനെയാണ്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തില്ലേ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ എങ്ങനെയാണ്, അതല്ലേ പ്രധാനം. സ്റ്റേജിൽ എങ്ങനെയാണ് എന്നതല്ല പ്രധാനം, സദസ്സിൽ എങ്ങനെയാണെന്നതല്ല പ്രധാനം, പള്ളിയിൽ എങ്ങനെയാണെന്നതല്ല പ്രധാനം, പാർട്ടിയിൽ എങ്ങനെയാണെന്നതല്ല പ്രധാനം. അവിടെയെല്ലാം മാന്യമായ കുപ്പായം ചമഞ്ഞു നടക്കുന്നവനുണ്ടാകും. അതേ സമയത്ത് സ്വന്തം വീട്ടിലെങ്ങനെയാണെന്നതാണ് പ്രധാനം. അതുകൊണ്ടല്ലേ സ്വഹാബത്തിന് പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ എങ്ങനെയാണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. അതറിയണമെങ്കിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോടാണ് സ്വഹാബത്ത് വന്ന് ചോദിക്കാറുള്ളത്. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കൊടുത്ത മറുപടി ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞതാണ് കാന ഫീ മിഹ്നതി അഹ്ലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടുകാർക്ക് വലിയ സപ്പോർട്ടായിരുന്നു. വീട്ടിലുള്ള സമയത്ത് വീട്ടുകാർക്ക് വലിയ സപ്പോർട്ടാണ്. വീട്ടിലുള്ള സമയത്ത് വീട്ടുകാർക്ക് വലിയ തുണയാണ്. പുരുഷന്മാര് വീട്ടിലുള്ള സമയത്ത് അങ്ങനെയാണ് വേണ്ടത്. ഉള്ള സമയം ഉറങ്ങി തീർക്കാനല്ല ശ്രമിക്കേണ്ടത്. ചിലപ്പോൾ ഉമ്മമാര് പറയും, ഉസ്താദേ കുറച്ചും കൂടി കൂട്ടിയിട്ട് പറയണമെന്ന് പറയും. ഞാൻ സ്ത്രീകളെ സന്തോഷിപ്പിക്കാനല്ലോ ഇത് പറയുന്നത്. പക്ഷേ ഭർത്താക്കന്മാര് വീട്ടിൽ എങ്ങനെ വേണമെന്നത് എല്ലാം പഠിപ്പിച്ച് തന്ന ലോക നേതാവായ റഹ്മത്തുൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. കാന ഫീ മിഹ്നതി അഹ്ലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലുള്ള സമയത്ത് വീട്ടുകാർക്ക് ഭയങ്കര സപ്പോർട്ടാണ് എന്ന് പറഞ്ഞു. പുരുഷന്മാർ അങ്ങനെയാ വേണ്ടത്. വീട്ടിലുള്ള സമയത്ത് വീട്ടുകാർക്ക് ഭാര്യയ്ക്ക് നല്ല സപ്പോർട്ട് വേണം. വീട്ടിലുള്ള സമയത്ത് ഒരിക്കലും ഭാര്യ ആഗ്രഹിക്കാൻ പാടില്ല ഇയാൾ എപ്പോഴെങ്കിലും ഒന്ന് എണീറ്റ് പോയാൽ തിരക്കേടില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു കോലത്തിലെത്താൻ പാടില്ല. നിങ്ങളൊക്കെ അൽഹംദുലില്ലാ നിങ്ങളെ വീട്ടിൽ നിങ്ങളെ കുടുംബത്തിന് വലിയ സപ്പോർട്ടാണല്ലോ, അങ്ങനെ തന്നെ വേണമെന്നാണ് ഞാൻ പറയണേ. അങ്ങനെ അല്ലെങ്കിലോ മാറണമെന്നാണ് പറയണേ. കുറേ ആള് കേട്ടിട്ട് കാര്യമില്ലല്ലോ അല്ലേ? കേട്ടിട്ട് മാറേണ്ടത് നമ്മൾ എന്താക്കാം, മാറ്റം തന്നെ വേണം. അപ്പൊ ഞാനിത് വെറുതെ പറയല്ല, വീട്ടുകാർക്ക് സപ്പോർട്ട് വേണം. എങ്ങനെ സപ്പോർട്ട്? എല്ലാം കൊണ്ട് സപ്പോർട്ടാണ്. ഒന്ന്, അവർക്ക് നമ്മളൊരു തലവേദന ആകാൻ പാടില്ല. ഇത് ഭാര്യന്റെ മൊബൈൽ എടുത്തു നോക്കിയാൽ ഭർത്താവിന്റെ നമ്പർ ആഡ് ചെയ്തിട്ടുള്ളത് തന്നെ തലവേദന ആണ്. ഞാനിത് വെറുതെ പറയല്ലേ ഇക്ക, സത്യം പറയാണ്. നാളെ ഒരാളെ അത് നേരെ തിരിച്ചുണ്ടാവും. നാളെ ഒരാളെ മൊബൈൽ തൊട്ടടുത്തിരിക്കണ ഒരാൾക്ക് ഇങ്ങനെ കോൾ ഇങ്ങനെ വരികയാണ്. അപ്പൊ അതിലിങ്ങനെ കാണിക്കുമല്ലോ. അപ്പൊ മൂപ്പർ ആഡ് ചെയ്തിരിക്കണ കിരികിരി എന്നാ. കിരികിരി എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുമെന്ന് എനിക്കറിയില്ല, പറയോ? അതായത് ഞങ്ങളെ നാട്ടിൽ നിങ്ങൾ ഇവിടെ നിന്ന് തലവേദന എന്ന് പറയുന്ന മറ്റൊരു മുത്തറാദിഫായ ലഫ്ലാണ് അവിടെ. നിങ്ങൾ ഇവിടെ നിന്ന് തലവേദന എന്നറിയില്ലേ, അതിന് ഞങ്ങളെ നാട്ടിൽ കിരികിരി എന്നാ പറയാ. അപ്പൊ ഭാര്യന്റെ കോൾ വരുമ്പോ ഭർത്താവ് ഭാര്യന്റെ നമ്പർ ആഡ് ചെയ്തിരിക്കുന്നത് കിരികിരി. ഇനി ഇത് കേട്ടിട്ട് ഇപ്പൊ നിങ്ങളങ്ങനെ ആഡ് ചെയ്യാൻ പോണ്ട. എന്താ കാരണം? എപ്പോഴും ശല്യമായിരിക്കും. അപ്പൊ പിന്നെ അങ്ങനെ ആകാൻ പാടില്ല. അങ്ങോട്ട് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തലവേദന ആകാൻ പാടില്ല.